നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസ്. മഹാവീര്യർ ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് PS ഷംനാസാണ് പരാതി നൽകിയത്. 1.95 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തത്. അതേസമയം വസ്തുതകൾ വളച്ചൊടിച്ചിരിക്കുകയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും നിവിൻ പോളി ഫേസ്ബുക്കിൽ കുറിച്ചു. നിവിൻ പോളിയുടെ പുതിയ ചിത്രമായ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രത്തിന്റെ പേരിൽ വഞ്ചന നടന്നുവെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. മഹാവീര്യർ സിനിമ പരാജയപ്പെട്ടതോടെ 95 ലക്ഷം രൂപ PS ഷംനാസിന് നൽകാമെന്ന് നിവിൻ പോളി പറഞ്ഞിരുന്നു. കൂടാതെ അടുത്ത തന്റെ സിനിമയിൽ നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും ഇതിനു പിന്നാലെ 2024 ഏപ്രിലിൽ സിനിമാ നിർമ്മാണത്തിനായി 1,90 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് FIRൽ പറയുന്നത്. പിന്നീടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പിന്നാലെ സിനിമയുടെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകുകയായിരുന്നു. 5 കോടി രൂപയ്ക്ക് സിനിമയുടെ വിദേശ വിതരണാവകാശം നൽകിയെന്നും FIRൽ പറയുന്നു. നിവിൻ പോളിയുടെ പോളി ജൂനിയർ എന്ന കമ്പനി 2 കോടി രൂപ ഇതിന്റെ പേരിൽ മുൻകൂറായി കൈപ്പറ്റിയതായും FIRൽ പറയുന്നു. ഇതിലൂടെ 1,90 ലക്ഷം രൂപ നഷ്ടമുണ്ടായെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അതേസമയം തനിക്കെതിരായ വഞ്ചനാ കേസിൽ പ്രതികരിച്ച് നടൻ നിവിൻ പോളിയും രംഗത്തെത്തി. കോടതിയുടെ പരിഗണനയിലുള്ള ആർബിട്രേഷൻ കേസാണിതെന്നും കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് പുതിയ കേസെന്നും നിവിൻ പോളി ഫേസ്ബുക്കിൽ കുറിച്ചു. വസ്തുതകൾ വളച്ചൊടിച്ചിരിക്കുകയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും നിവിൻ പോളി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.